എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച കടലക്കറിയാണ്. കടലക്കറി ഉണ്ടാക്കാനായി ഞാൻ എടുത്തത് 1/4 കിലോ കറുത്ത കടലയാണ്. കടല നന്നായിട്ട് കഴുകി 6 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വയ്ക്കുക. ഇനി കടല വേവിക്കാനായി ഒരു പ്രഷർ കുക്കർ എടുത്ത് കുതിർത്ത് വച്ചിരിക്കുന്ന കടലയും 1 ടീസ്പൂൺ ഉപ്പുമിട്ട് ഏകദേശം 4 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കർ അടച്ച് ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ 6-7 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. കുക്കർ നന്നായി തണുത്ത ശേഷം തുറന്ന് കടല വെന്തോ എന്ന് നോക്കുക. വെന്തില്ലെങ്കിൽ വീണ്ടും അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിൽ വരും വരെ വേവിക്കുക. ഇനി മസാല ഉണ്ടാക്കാനായി ഒരു പാൻ ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലയ്ക്ക, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഇത്രയും ഇട്ട് ഏതാനും സെക്കൻഡ് ചൂടാക്കുക. അതിലേക്ക് അല്പം വലിപ്പമുള്ള 1 കഷ്ണം ഇഞ്ചി, 3 വെളുത്തുള്ളി അല്ലി, 1 സവാള സ്ലൈസായിട്ട് അരിഞ്ഞത് ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. മസാല അരയ്ക്കുന്നത് കൊണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വലിപ്പത്തിൽ മുറിച്ചിട്ടാൽ മതി. സവാളയുടെ നിറം മാറാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറാൻ 1 മിനിറ്റ് വഴറ്റുക. അതിലേക്ക് 2 ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് തക്കാളി സോഫ്റ്റ് ആകാൻ 3 മിനിറ്റ് വഴറ്റുക. പിന്നെ അല്പം കറിവേപ്പിലയും 1/4 കപ്പ് തേങ്ങ ചിരികിയതുമിട്ട് 1 മിനിറ്റ് വഴറ്റുക. ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കുക. തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ മസാലയിട്ട് അരയ്ക്കാൻ ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി കറി ഉണ്ടാക്കാനായി ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 4 വറ്റൽമുളക്, 15 ചെറിയ ഉള്ളി 4ആയി കീറിയത്, 4 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന മസാല ചേർത്ത് എണ്ണ തെളിയും വരെ വഴറ്റുക. അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോടു കൂടി ഒഴിക്കുക. നന്നായിട്ട് ഇളക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർക്കുക. ഇനി പാത്രം അടച്ചു വെച്ച് 15 മിനിറ്റ് വേവിക്കുക. 15 മിനിറ്റ് കഴിഞ്ഞ് അടപ്പ് മാറ്റി കടലക്കറിയുടെ ചാറിന് കുറുക്കമുണ്ടാകാൻ ഒരു തടിത്തവി കൊണ്ട് 2-3 തവണ അമർത്തി ഇളക്കുക. അമർത്തി ഇളക്കുമ്പോൾ വെന്ത കുറച്ച് കടല പൊടിഞ്ഞ് കറിയിൽ ചേർന്ന് ചാറിന് നല്ല കുറുക്കമുണ്ടാകും. പാത്രം വീണ്ടും അടച്ചു വെച്ച് 2-3 മിനിറ്റ് കൂടി തിളപ്പിക്കുക. നമ്മുടെ കടലക്കറി റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.